കഴിഞ്ഞ ദിവസം പാറ്റ സമരവും അതിന്റെ ആക്രമണങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. മോദിക്കെതിരെയുള്ള ഒരു ഭീഷണിയാണോ ഈ സമരം എന്നൊക്കെ ഉള്ളത് നമ്മൾ സംസാരിച്ചതാണ്. ഇന്നിപ്പോ പാറ്റ പാർട്ടിയുടെ തന്നെ അതിലെ വക്താവ് വന്നിരുന്ന് പറയുകയാണ്, ഇന്നലെ നിങ്ങൾ കണ്ടത് ട്രെയിലറാണ്. അത് വെറും ട്രെയിലറാണ്. ലക്ഷക്കണക്കിന് യുവാക്കളാണ് ഇനി ദില്ലിയിലേക്ക് വരാൻ പോകുന്നത്. മോദി നോക്കിയിരുന്നോളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഈ ഒരു ഭീഷണിക്ക് പിന്നിൽ? എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ട്രെയിലർ ആവും എന്ന് പറയുമ്പോൾ നമ്മൾ ദില്ലിയിൽ കണ്ടത് ഒരു ആക്രമണത്തിന് അഴിച്ചുവിടുന്ന ഒരു രീതിയാണ്. അപ്പൊ അതിലും വലുതാണ് വരാനിരിക്കുന്നതെന്നാണോ ഇതിൽ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ സമരം നടത്തുന്നത്, പ്രകടനം നടത്തുന്നത്, അതുപോലെ അവരുടെ ഉദ്ദേശം എന്താണ്, ലക്ഷ്യം എന്താണ് എന്നെല്ലാം ദുരൂഹതയിൽ നിറഞ്ഞിരിക്കുകയാണ്. കാരണം ഇവര് ഒരു മൈല് ചോദിക്കുമ്പോൾ 2 മൈല് ഈൽഡ് ചെയ്യുന്ന ഒരു സർക്കാരാണ് കേന്ദ്രത്തിലുള്ളത്. എല്ലാം എങ്ങനെയെങ്കിലും രമ്യമായിട്ട് പരിഹരിക്കണമെന്നും ആരെയും ഹർട്ട് ചെയ്യാതെ മുമ്പോട്ട് പോകണമെന്നും ആഗ്രഹിക്കുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ ഉള്ളത് ഡൽഹിയിൽ. അപ്പൊ ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാനായിട്ട് വളരെയധികം ശ്രമം നടത്തുന്നുണ്ട് കോൺഗ്രസ്സുകാരും CPI-എമ്മും. കാര്യം അവർക്ക് 3-4 മെമ്പർമാരേ ഉള്ളൂ CPM-ന് ഡൽഹിയിലെങ്കിലും. ഈ നഞ്ഞെന്തിനാ നാനാഴി എന്ന് ചോദിച്ചതുപോലെ ഒരു തുള്ളി വിഷം മതിയല്ലോ 1 ലിറ്റർ പാല് 2 ലിറ്റർ പാല് നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെയാണ് നമ്മുടെ CPM-ന്റെ നേതാക്കൾ അവിടെ പോയിരിക്കുന്നത്. അവരെ ഡൽഹിയിൽ ആരും അറിയില്ല. അപ്പൊ ഇവിടെ ഇപ്പൊ നടക്കുന്നത് എന്താന്ന് വെച്ചാല് ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കണം. അതിന് അവർക്ക് അന്താരാഷ്ട്ര ശക്തികളുടെ, ഇപ്പൊ നമ്മൾ പറയുന്ന ഡീപ് സ്റ്റേറ്റ് എന്ന് പോലുള്ള രാജ്യവിരുദ്ധ ശക്തികളുടെ എല്ലാ പിന്തുണയുമുണ്ട്. ഇപ്പോ പ്രധാനമന്ത്രി ഇന്നലെ ഈ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പാർലമെന്ററി പാർട്ടി മീറ്റിംഗ് അതിൽ അഭിസംബോധന ചെയ്തപ്പോ പറഞ്ഞത്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കിന് പിന്നിലുള്ള ഒരാളെയും ഞങ്ങൾ വെറുതെ വിടില്ല, അവരെ അറസ്റ്റ് ചെയ്ത് മാതൃകാപരമായിട്ട് ശിക്ഷിക്കും, കർശനമായിട്ട് അവരെ ശിക്ഷിക്കും എന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല, ഇപ്പൊ 16 പേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷ വളരെ സുഗമമായിട്ട് വിജയകരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്തതിന്റെ തൊട്ട് പുറകെ അവര് വളരെ വിജയകരമായിട്ട് ആ പരീക്ഷ നടത്തുകയും ചെയ്തു. അതറിയാലോ, ആദരിക്കാൻ മറ്റേ സൈന്യത്തിന്റെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഇത്തവണ പരീക്ഷ നടത്തിയത്. അപ്പൊ അവരുടെ ഉദ്ദേശം ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കുക. ഇപ്പൊ ബംഗ്ലാദേശിലും അതേപോലെ ശ്രീലങ്കയിലും പണ്ട് ഈജിപ്തിലും ഒക്കെ ഉണ്ടായിരുന്നത് പോലെ ഒരു ജനരോഷം ഇവിടെ തിളച്ചു മറിയുകയാണ് എന്ന് ലോകരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ബഹളം ഉണ്ടാക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നടന്നുകൊണ്ട് വരികയാണ്, കേരളത്തിലൊഴിച്ച്. നമുക്കറിയാം, കേരളത്തിലെ ബിരുദമില്ലാത്തവർക്ക് ബിരുദാനന്തര ബിരുദവും ബിരുദാനന്തര ബിരുദവും ഇല്ലാത്തവർക്ക് PhD-യും സൗജന്യമായിട്ട് വിതരണം ചെയ്തു വരികയാണ് വർഷങ്ങളോളായിട്ട്. ഇപ്പൊ നമ്മുടെ ഒരു പെൺകുട്ടിയുണ്ടല്ലോ, അതിന്റെ പേര്, ഒരു മാർക്സിസ്റ്റ് പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിക്കൊക്കെ എഴുത്തും വായനയും മര്യാദയ്ക്ക് അറിയാൻ പാടില്ല, അതിന് സാഹിത്യത്തിൽ PhD കൊടുത്തേക്കുക. അതേപോലെ എത്രയോ പേര് കോളേജിൽ ഡിഗ്രി ഇല്ലാത്തവർക്ക് ഡിഗ്രിയോ മറ്റേ MA ഡിഗ്രിയോ MSc ഡിഗ്രിയോ എന്ത് വേണമെങ്കിലും കൊടുത്തോളൂ. അവസാനം എന്താ ഉണ്ടാവാൻ വേണമെന്ന് വെച്ചാൽ കേരളത്തിൽ നിന്ന് MA അല്ലെങ്കിൽ MScയോ BSc വ്യവസായ ആൾക്കാര് കേരളത്തിന് വെളിയിൽ ജോലിക്ക് ചെല്ലുമ്പോൾ അവരൊക്കെ അവിടെ നിന്ന് ഇറങ്ങി ഓടും, അവിടെ ജോലിക്ക് ഇവരെ വിളിച്ചവരും മുഴുവൻ. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരും. ആ സിറ്റുവേഷൻ ഏതായാലും നീറ്റിനോ അതുപോലുള്ള മറ്റു പരീക്ഷകളിലോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. കാരണം ഈ ക്വസ്റ്റ്യൻ ഇതുപോലുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു പരീക്ഷ നടത്തുമ്പോൾ ഇത് അധികം നാളൊന്നും ആയിട്ടില്ല നടക്കാൻ തുടങ്ങിയിട്ട്. പരീക്ഷ നടക്കുക 2016 നടക്കാൻ തുടങ്ങിയത്, 10 വർഷം കണ്ടിട്ടേ ആയിട്ടുള്ളൂ. പലരും ഇത് അട്ടിമറിക്കാനായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപജയങ്ങൾ 1-2 ഉണ്ടാവും. ഇപ്പൊ നമ്മളുടെ ചീഫ് എഡിറ്റർ സുനിൽ വടയാർ, അദ്ദേഹത്തിന്റെ ആദ്യമായിട്ട് അദ്ദേഹമാണ് പറഞ്ഞത്, കേന്ദ്ര ഗവൺമെന്റിന് താക്കീത് നൽകിക്കൊണ്ട്
അദ്ദേഹത്തിന്റെ മുഖപ്രസംഗത്തിൽ പറയേണ്ടായിരുന്നു, ഇത് ഗൗരവമായിട്ട് എടുക്കണം, ഇത് അല്ലെങ്കിൽ വളരെ പ്രക്ഷുബ്ധമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന അദ്ദേഹം പറഞ്ഞായിരുന്നു. അന്നൊന്നും ഈ പറയുന്ന കേരളത്തിലെങ്കിലും ഒരു മാധ്യമങ്ങൾ ഇത് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പൊ ഈ പാർട്ടികളുടെ നേതാവ് വന്നിട്ട് പറയാ, ഞങ്ങളിത് പടക്കമാണ് പൊട്ടിച്ചിരിക്കുന്നത്, അമിട്ടും അല്ലെങ്കിൽ യഥാർത്ഥ മറ്റേ വെടിക്കെട്ടും ഇനി വരാനിരിക്കണേ ഉള്ളൂ എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ വിവരക്കേടാണ്. കാരണം ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ അടുത്തൊന്നും അവർക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഇത്രയും സബ്മിസീവ് ആയിട്ടുള്ള, ഇത്രയും റെസിപ്റ്റീവ് ആയിട്ടുള്ള, ഇത്രയും എന്താ പറയുക, പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഒരു ഗവൺമെന്റിന്റെ അടുത്ത് അവർക്ക് ഇതുപോലൊന്നും പറയാൻ പറ്റില്ല. ഇന്നലെ അവിടെ ഡൽഹിയിൽ മുഴുവൻ ഓരോ പോക്കിരുത്തരം അവർ കാട്ടിക്കൂട്ടി. പോലീസുകാരെ തല്ലി ഈ കോൺഗ്രസ്സുകാരും പിന്നെ പാർട്ടികളും ആം ആദ്മി പാർട്ടിക്കാരും ചേർന്ന്. അതിലേക്കറിയാമോ, 112 പോലീസുകാർക്ക് പരിക്ക് പറ്റി, അതിൽ 140 പേർക്ക് ഗുരുതരമായിട്ടാണ് പരിക്ക് പറ്റിയത്. ആ പരിക്ക് പറ്റിയ വാർത്ത, പോലീസുകാർക്ക് പരിക്ക് പറ്റിയ വാർത്ത എവിടെയെങ്കിലും കണ്ടോ? നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിൽ ഏതെങ്കിലും അച്ചടിച്ച് വന്നിട്ടുണ്ടോ? ഇന്ന് ഒരെണ്ണത്തിലും വന്നിട്ടില്ല. നമ്മൾ ദേശീയ ടെലിവിഷൻ ചാനലുകളിൽ കാണുമ്പോൾ മുഴുവനും നമ്മൾ എന്താ കണ്ടത്? പോലീസുകാരെ കരിങ്കല്ല് കൊണ്ടൊക്കെ ഇടിക്കുകയാണ് ചെയ്യണത്. അവര് കുറെ തല്ലുകൊണ്ടു, അവര് വളരെ ആത്മസംയമനം പാലിച്ചു. അതിനുശേഷമാണ് അവര് ആത്മരക്ഷാർത്ഥം, അതും പ്രധാനമന്ത്രിയുടെ വീടിന് മുമ്പിൽ ബഹളം സൃഷ്ടിക്കാൻ ശ്രമിച്ചപ്പോ ഇവരെ എന്താ പറയണ, ലാത്തി ചാർജ് ചെയ്യുകയോ ബലം പ്രയോഗിച്ച് പിരിച്ചുവിടുകയാണ് ചെയ്തത്. ചിലരെയൊക്കെ അറസ്റ്റ് ചെയ്തു. ഇത് തമിഴ്നാട്ടിൽ നിന്ന് കുറെ 10-20 കർഷകർ ഡൽഹിയിൽ പോയിട്ട് തുണിയൊക്കെ അഴിച്ചിട്ടിട്ട് പ്രകടനം നടത്തി പ്രധാനമന്ത്രിയുടെ വീടിന് മുമ്പിൽ. കിസാൻ മർ റഹാ ഹെ, കിസാൻ മർ റഹാ ഹെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല. ഒരു അയ്യാക്കണ്ണ്, പൊന്നുസ്വാമി അയ്യാക്കണ്ണെന്ന് പറഞ്ഞ ഒരു സമ്പന്നനായ വ്യക്തി, അയാളുടെ നേതൃത്വത്തില് ഈ ഡീപ് സ്റ്റേറ്റിന്റെ സഹായത്തോടു കൂടി, അല്ലെങ്കിൽ എല്ലാ സമ്പൂർണ്ണ പിന്തുണയോടും കൂടിയിട്ടാണ് അവിടെ സമരം നടത്തിയതും അത് ലോകത്തെ മാധ്യമങ്ങളുടെ മുഴുവൻ വരികയും ചെയ്തു. അപ്പൊ അതേപോലെയുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ടാണ് പാർട്ടികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവര് കാട്ടിക്കൂട്ടി, കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് കാട്ടിക്കൂട്ടിയത് എന്തായിരുന്നു? ബോഫോഴ്സ് പ്രശ്നം വന്നപ്പോ ബോഫോഴ്സ് എന്നുള്ള വാക്ക് ഉച്ചരിക്കാൻ പാടില്ല എന്ന് അന്നത്തെ പ്രധാനമന്ത്രി മാധ്യമങ്ങളോടും അതേപോലെ മറ്റ് ഓപ്പോസിഷൻ പാർട്ടികളോടും ആവശ്യപ്പെട്ടതാണ്. അതിനെ തുടർന്ന് ഈ ബോഫോഴ്സ് പ്രശ്നം അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുതെന്ന് പറഞ്ഞിട്ട് പ്രതിപക്ഷം ഒന്നടങ്കം മാധ്യമങ്ങളെ ബഹിഷ്കരിക്കുകയാണ് ഉണ്ടായത്. നമ്മൾ അതൊക്കെ മറന്നു പോകണം. ഇന്നിപ്പോ കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റിൽ നീറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്, ഒരു ഉപാധികളും ഇല്ലാതെ ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പ്രഖ്യാപിച്ചതാണ്. പാർലമെന്റിൽ രാവിലെ അവർ പലവട്ടം ലോക്സഭാ നടപടികളും രാജ്യസഭാ നടപടികളും സ്തംഭിപ്പിച്ചു. അപ്പോ അവരുടെ ആവശ്യം ഇത് ആദ്യം നീറ്റ് പരീക്ഷയെ കുറിച്ചിട്ടുള്ള ചർച്ച നടത്തണം എന്നായിരുന്നു. ചർച്ച നടത്താമെന്ന് ഗവൺമെന്റ് പറഞ്ഞപ്പോ ഉടനെ അവർ പറഞ്ഞു അത് പറ്റില്ല, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നത്. ഇങ്ങനെ ഓരോ ആവശ്യം വിട്ടുകൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നാളെ പറയും ചർച്ച നടത്താം, പ്രധാനമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടില്ല എന്നാരി കണ്ടു. അത് ഉന്നയിക്കുന്നുണ്ടല്ലോ സാർ, പ്രധാനമന്ത്രി അതും ഉന്നയിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി രാജിവെക്കണം, അമിത്ഷാ രാജിവെക്കണം എന്നുള്ളതും അതവര് പറഞ്ഞോട്ടെ. ഈ പറയുന്ന പോലെ നെഹ്റു ഗാന്ധി കുടുംബത്തിലെ അവരുടെ വീട്ടുകാർ, അവരാണല്ലോ കോൺഗ്രസ് പാർട്ടിയുടെ ഉടമസ്ഥന്മാര്. അവര് പറയും ഇവരോട്, നേതാക്കന്മാരോട് ആടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറയുമ്പോ അത് ആടിക്കളിക്കാൻ നിൽക്കുന്ന നേതാക്കന്മാരാണ് നമ്മുടെ KC വേണുഗോപാലിനെ പോലുള്ള ആൾക്കാരൊക്കെ. മനസ്സിലായില്ലേ? അവരിങ്ങനെ ആടിക്കളിക്കും, തുള്ളിക്കളിക്കും. ഞാനിപ്പോ ഒരു ചിത്രം കണ്ടു സോഷ്യൽ മീഡിയയിൽ, റഹീം മുണ്ടും മടക്കി കുത്തിക്കൊണ്ട് ഡൽഹി കൂടി നടന്നു പോണു. ഇയാളൊക്കെ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ്? ആരെങ്കിലും അറിയോ? ഡൽഹിയിൽ ആവശ്യമില്ലാതെ ഒരു അരാജകത്വം സൃഷ്ടിക്കുക, അനാർക്കി സൃഷ്ടിക്കുക, അതാണ് ഇവരുടെ ഉദ്ദേശം. അത് ജനങ്ങൾ മനസ്സിലാക്കാനായിട്ട് മാധ്യമങ്ങള് നമ്മളിപ്പോ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യണമെന്നോ പ്രധാനമന്ത്രിയെ സപ്പോർട്ട് ചെയ്യണമെന്നോ ആഭ്യന്തരമന്ത്രിയെ സപ്പോർട്ട് ചെയ്യണമെന്നോ ഒന്നുമല്ല ആവശ്യപ്പെടുന്നത്. സത്യം എന്താണെന്ന് റിപ്പോർട്ട് ചെയ്യണം, വസ്തുതകൾ എഴുതണം. ഇതല്ലാതെ മൊത്തം ചാനൽ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാരത മഹായുദ്ധം, അതല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും യുദ്ധം എന്നൊക്കെ പറഞ്ഞ ഓരോ കുഞ്ഞിരാമന്മാര് ഡൽഹിയിൽ നിന്ന് ഓരോ വാർത്ത മലയാളത്തിലേക്ക് പടച്ചുവിടും. അവർ അത് കേട്ട് വിശ്വസിക്കും. ഈ വാർത്തയിൽ വരുന്ന
രാഷ്ട്രീയ നിരീക്ഷകരെന്ന് പറയുന്ന മുഴുവൻ വ്യാജന്മാരൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും മാവോയിസ്റ്റുകളുടെയും സഭയുടെയും ഈ കത്തോലിക്ക സഭയുടെ ആൾക്കാരാണ്. അപ്പൊ അവരുടെ അടുത്ത് നിന്ന് കാശ് മേടിച്ചു കഴിഞ്ഞിട്ട് അവരെയാണ് ഈ TV ചാനലില് നിരീക്ഷകരായിട്ട് കൂട്ടുന്നത്. അവര് മുഴുവൻ മോദിനെ ചീത്ത വിളിച്ചോളും. ഇത് കഴിഞ്ഞ 10 വർഷമായി ഇങ്ങനെ മഹായുദ്ധം പിന്നെ അല്ലെങ്കിൽ ലോകയുദ്ധം എന്നൊക്കെ പറഞ്ഞ് ചാനലിൽ ഇരുന്നുകൊണ്ട് ചർച്ച നടത്താൻ തുടങ്ങിയിട്ട് ഇതുവരെ ഏതായാലും വീഴ്ചിട്ടില്ല ഗവൺമെന്റിന്. അപ്പൊ അവർക്ക് എങ്ങനെയെങ്കിലും ഗവൺമെന്റിന് വീഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എങ്ങനെയെങ്കിലും ഗവൺമെന്റ് വീണാൽ മാത്രമേ ഇവർക്കെതിരെ നടക്കുന്ന പ്രതിപക്ഷത്തിരിക്കുന്നവർക്കെതിരെ നടക്കുന്ന അന്വേഷണങ്ങൾ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, കോൺഗ്രസിൽ നിന്നും എന്താ വിരക്തി കിട്ടിയ ഒരു വെറുപ്പ് തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അവരൊക്കെ ഈ കോൺഗ്രസിന്റെ മുന്നണി വിട്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നിപ്പോ ഒരു കല്യാൺ ബാനർജി എന്ന് പറയുന്ന ഒരു ഭ്രാന്തനുണ്ട്. തൃണമൂൽ കോൺഗ്രസിന്റെ MP ആണ് അയാള്. അയാളെ ഇത് പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയത്. അയാള് TMCയുടെ ഡിസിഡന്റ് MP-മാര് തല്ലാൻ ചെല്ലുകയോ അവരോട് അസഭ്യമായ വാക്കുകൾ ഉച്ചരിക്കുകയൊക്കെ ചെയ്തു. പാർലമെന്ററി നടപടികൾക്ക് അനുയോജ്യമല്ലാത്ത രീതിയിൽ പെരുമാറുകയും ചെയ്തു. അതുകൊണ്ട് അയാളെ സ്പീക്കർ സഭയ്ക്ക് പുറത്തു വിട്ടു. പൊക്കോളം പറഞ്ഞു വിട്ടു അയാളെ അവിടെ നിന്ന്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സംഭവം നടക്കുന്നത്. ഇത് ഒരു പാർലമെന്റ് സമ്മേളനം നടക്കുകയാണ് ഒന്ന്. 2 ഉത്തർപ്രദേശിലും അതുപോലെ മറ്റ് 1-2 സംസ്ഥാനങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇതെല്ലാം വരുമ്പോൾ ഇവർക്ക് രാഷ്ട്രീയമായിട്ട് ഒരു മുതലെടുപ്പ് നടത്താനായിട്ട് കിട്ടിയ ഒരു അവസരമാണിത്. അത് പ്രയോജനപ്പെടുത്തുകയാണ് അവർ ചെയ്യുന്നത്. അതല്ലാതെ ഇതിന്റെ പിന്നിൽ ഒരു കഥയില്ല, ഒന്നുമില്ല. കാരണം നമ്മളെല്ലാം വായിക്കുമ്പോൾ നമ്മളത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എന്തിനാണ് ഒരു സമരം നടത്തുന്നത്, ഈ ബഹളം ഉണ്ടാക്കുന്നത് എന്തിനാണ് എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അറിയും ഇത് മുഴുവനും തട്ടിപ്പ് പരിപാടിയാണ്. ഒരു കാരണമില്ലാത്ത സമരമാണ്, ഒരു ആവശ്യമില്ലാത്ത സമരമാണ് നമുക്കപ്പം മനസ്സിലാവുക. തീർച്ചയായും സർ. അപ്പോൾ ഇവർ ഈ പറയുന്ന രീതിയിൽ ട്രെയിലർ അല്ലാത്തതായിട്ട് വീണ്ടും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളൊക്കെ ദില്ലിയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ പാറക്കല്ലുകളുമായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതിലും വലിയ ആയുധങ്ങളുമായിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഇതിങ്ങനെ പ്രസംഗിച്ച് നടക്കും. അവര് ആൾക്കാർ എങ്ങാനും 1 ലക്ഷക്കണക്കിന് പേര് വരുന്ന 1000 പേര് വന്നു കഴിഞ്ഞാൽ മതി. ഗവൺമെന്റ് ആക്ഷൻ എടുക്കാതിരിക്കുവോ? ക്രമസമാധാന നില പാലിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ പ്രധാന ചുമതല. ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നവനൊക്കെ ജയിലിൽ പിടിച്ചിടും. എന്നിട്ട് അവൻ ജാമ്യത്തിന് അപേക്ഷിച്ച് സുപ്രീം കോടതി പേപ്പർ അയ്യോ ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞു. ഇതിപ്പോ കണ്ടില്ലേ, ഷർജിൽ ഇമാമും പിന്നെ വേറെ ഒരുത്തനും കൂടി ഇന്ന് ഡൽഹിയിലിരുന്ന് ജയിലിൽ നിന്ന് പുറത്തു ചാടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ജാമ്യത്തില് കിട്ടൂല ജാമ്യം. കാരണം അതുപോലുള്ള പ്രസംഗമാണ് അവർ നടത്തിയിരിക്കുന്നത്. അപ്പൊ അതിനും വലിയ പ്രസംഗമാണ് ഈ ഡൽഹി പിടിച്ചെടുക്കും, ഞങ്ങൾ ആയുധങ്ങളായിട്ട് വരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇങ്ങനൊരു വിഷയത്തിൽ ഇതാണോ പ്രതികരിക്കേണ്ടത്? ഇങ്ങനെയാണോ ചോദിക്കേണ്ടത്? പ്രധാനമന്ത്രിക്ക് ഇത് നൽകുക, എന്താ മുൻകൂർ എന്താ പറയുക, താക്കീത് നൽകുക. ഒന്നാമത്തെ മെച്യൂരിറ്റി എന്ന് പറയുന്നത് തീരെയില്ല. ഈ ചാനലുകളുടെയും മറ്റേ അതിപ്രസരം കാരണം വഴി കൂടി പോകുന്നുള്ള ചാക്കനും പോക്കനും ഒക്കെ രാഷ്ട്രീയ നിരീക്ഷകനുമാവും. ഒരു പ്രയോജനമില്ലാത്ത, ഒരു വിവരമില്ലാത്ത രാഷ്ട്രീയ വിദ്യാർത്ഥി നേതാക്കന്മാരൊക്കെ ചാനലിൽ വന്നിരുന്ന് ഓരോ വിവരക്കേട് വിളിച്ച് പറയുകയും ചെയ്യും. നമ്മളൊക്കെ അത് കണ്ട് എന്താ പറയണ സായുജ്യം അടയണം. അതാണ് അവരുടെ ലക്ഷ്യം മുഴുവനും. ഇവരെന്താ ചെയ്യുന്നത് ഇവർക്ക് തന്നെ അറിയില്ല. പണ്ട് ബൈബിളിലൊക്കെ പറഞ്ഞിട്ടില്ല, കർത്താവേ ഇവര് ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്ക് അറിയില്ല, അവർക്ക് മാപ്പ് നൽകണമെന്ന്. അതേപോലെയാണ് ഇവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവനും. ഒരു കുടുംബത്തിൽ നിന്ന് നിറച്ച് കാശ് കിട്ടണ്ടേ ഈ പിള്ളേർക്ക്? ഈ പാർട്ടി പാർട്ടിക്കും അതുപോലെ ആം ആദ്മി പാർട്ടിക്കും മറ്റേ CPM-നൊക്കെ ഇഷ്ടം പോലെ കാശ് കിട്ടുന്നുണ്ട്. അല്ല, ബേബിക്കൊക്കെ ഡൽഹി പോയിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇവിടെ നിന്ന് വല്ല കാശ് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നതാണ് ഇതുവരെ ഉണ്ടായിരുന്ന ഏക സോഴ്സ് ഓഫ് ഇൻകം. ഇനിയിപ്പോ ഇങ്ങനെയൊക്കെയുള്ള കച്ചവടം നടത്തിയിട്ട് വേണം കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവര് എന്ത് വേണമെങ്കിലും ചെയ്യും. ദാറ്റ് ഈസ് ദ തിങ് വിച്ച് ഈസ് ഹാപ്പനിങ്. പ്രിയമുള്ളവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ടാണ് ഇന്ത്യ ലൈവ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ചാനൽ കാണണം, ഒരുപാട് പേരെ കാണിക്കണം, അവരോടൊക്കെ ചാനലിൻ്റെ വരിക്കാരാവാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ചെയ്യണേ.